ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചോറും സാമ്പാറും ഒരു വഴുതനങ്ങപ്പേരിയും. ഇന്നത്തെ കാലത്ത് മിക്കവാറും കുട്ടികളൊക്കെ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടൊക്കെ പാരൻസിൽ നിന്നൊക്കെ മാറി ദൂരെ താമസിച്ച് കുക്കിംഗ് ഒക്കെ തനിയെ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെറിയൊരു സമയം കൊണ്ട് ഒരു ചോറ് കൂട്ടാൻ ഉപ്പേരിയൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകലും ക്ലീനിങ്ങും എല്ലാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. കൂട്ടാനും ഉപ്പേരിയൊക്കെ എന്താ വെക്കേണ്ടതെന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്ത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. ഇനി കൂട്ടാനുള്ള കഷ്ണങ്ങൾ നുറുക്കുക. ഞാനിവിടെ സാമ്പാറാണെന്ന് വെക്കുന്നത്, അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കി. ഇനി മുരിങ്ങക്കായും വെണ്ടക്കായും ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ എടുത്തുന്നേ ഉള്ളൂ. പരിപ്പൊന്നും നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കാരണം പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങളുടെ കൂടെ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളും കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനിത് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങി. അപ്പോൾ അതിലേക്ക് ഞാൻ അരിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് റെഡിയാവാനായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. 3 വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ആവിയൊക്കെ പോയിട്ട് വരാനൊക്കെ പിന്നെ ചോറും വെന്ത് വാർത്തുക അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പേരിക്കുള്ള കഷ്ണം നുറുക്കാം. ഇനി കുറച്ച് പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ അത് കഴുകാം. അപ്പോൾ വഴുതനങ്ങ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. ഈ സമയമാകുമ്പോൾ ചോറ് വേവും. ചോറ് വാർത്ത് വെച്ചു. ഇനി കൂട്ടാനുണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കൂട്ടാൻ ഞാനൊരു പാൻ വെച്ചിട്ട് കടുക് മുളക് കരിവേപ്പിലയൊക്കെ വറുത്തിട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അത് പൊടികൾ ആഡ് ചെയ്യണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്ക ഇടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെണ്ടയ്ക്ക ചേർത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ കുക്കറിലാകുമ്പോൾ അത് കൂടുതൽ വെന്ത് പോകും. ഞാനിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണവും പരിപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി ഉപ്പേരി വയ്ക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കടുകും മുളകും കരിവേപ്പിലയൊക്കെ വറുത്തിട്ടിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി വഴുതനങ്ങ ആയതുകൊണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ച വഴുതനങ്ങ നന്നായിട്ട് കറയൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ. ആ കഷ്ണം കൂടിയും ചേർത്ത് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ആ സിമ്മിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ ഉപ്പേരി റെഡിയാവും. ഇനിയിപ്പോൾ ഏത് കഷ്ണങ്ങളായാലും ഈ 10 മിനിറ്റൊക്കെ തന്നെ വരുള്ളൂ കേട്ടോ. ഉപ്പേരി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ കുക്കർ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ കഴുകി വെക്കാം. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാം. സ്റ്റൗവൊക്കെ തുടച്ചെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പണി കഴിഞ്ഞു. ഒരു 45 മിനിറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ അടുക്കളയിൽ കുറേ സമയമൊന്നും ചിലവാക്കാതെ കുറച്ച് സമയം മുഴുവനായിട്ടും കുക്കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. അതുപോലെ നമുക്കൊരു കുക്കിംഗ് ഒരു ഭാരമായിട്ട് തോന്നുകയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.